നാടൻ രീതിയിലൊരു പൂരം വറുത്തതിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിന് പ്രസവരക്ഷാ മരുന്ന്, ധാന്യപ്പൊടി വറുത്തത് എന്നൊക്കെ പേരുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ഇതിന് പറയാമെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ധാന്യങ്ങളും നമുക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ നിലക്കടലയാണ് വറുക്കാൻ വേണ്ടിയിട്ട്. വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലാണ്, കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നല്ല അടി കട്ടിയുള്ളൊരു പാത്രം എടുത്താലും മതി. അങ്ങനെ നിലക്കടല വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ സാധാ ചോറുണ്ടാക്കുന്ന അരിയാണ് കേട്ടോ വറുക്കുന്നത്. അത് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഇതാ കടല ചൂടാറിയാൽ അതിൻ്റെ തൊലി ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ അതും കൂടെ ഒന്ന് മാറ്റി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കുക. ഈ ഒരു ധാന്യപ്പൊടിക്കാണെങ്കിൽ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ചെറിയ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാനും അതേപോലെ ഡെലിവറി കഴിഞ്ഞവർക്ക് ബ്രസ്റ്റ് മിൽക്ക് കൂടാനൊക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതാ ഇവിടെ അണ്ടിപ്പരിപ്പും എള്ളൊക്കെ വറുത്ത് മാറ്റി വെച്ചു. കറുത്ത എള്ളുണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1.5 തേങ്ങയാണ് എടുത്തത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കുക. പിന്നെ മധുരത്തിന് ശർക്കരയാണ് കേട്ടോ എടുത്തത്. അതിൻ്റെ കൂടെ നമുക്ക് ഈത്തപ്പഴം വേണമെങ്കിലും ആഡ് ചെയ്യാം. അതാവുമ്പോൾ കുറച്ച് ഓയിലി ആയി നിൽക്കുമ്പോൾ ബോൾസ് ആക്കിയിട്ടൊക്കെ ബോട്ടിലിൽ എടുത്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള അത്ര മെഷർമെൻ്റൊക്കെ എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കറക്റ്റ് മെഷർമെൻറ്റ് മെൻഷൻ ചെയ്യാത്തത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എല്ലാം എടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങ നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് വറുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പൊടി കേട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് തേങ്ങയും ശർക്കരയും ഒരുമിച്ചാണ് കേട്ടോ മിക്സിയിലിട്ട് പൊടിക്കുന്നത്. ബാക്കി ധാന്യങ്ങളൊക്കെ ആദ്യമേ പൊടിച്ച് ഇവിടെ പാത്രത്തിലേക്ക് മാറ്റി അങ്ങനെ ഫൈനലി ഇതും കൂടെ ഇതാക്കിയിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ട് കയ്യിലുകൊണ്ടൊക്കെ മിക്സ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ കൈ കൊണ്ട് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. അതേപോലെ തന്നെ കട്ടകളൊക്കെ ഉടച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അടുപ്പത്ത് നമ്മൾ നല്ല വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ടേസ്റ്റ് നല്ലതായിട്ട് കൂടും. നല്ല അടികെട്ടുള്ളൊരു പാത്രത്തിൽ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രസവരക്ഷാ മരുന്ന് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്